ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. ഞാൻ നിങ്ങൾക്ക് ഈ പറയുന്ന ശനിയാഴ്ച ദിവസങ്ങളിലും എടുക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണഘടനാ ഭേദഗതികൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ആർട്ടിക്കിൾ 368 പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 20 എന്തിനെ കുറിച്ച് പറയുന്നത്? ഭരണഘടനാ ഭേദഗതികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് നിലവിൽ നമ്മുടെ ഭരണഘടനയിൽ എന്താണ്, അതിലുള്ള വകുപ്പുകളിൽ മാറ്റങ്ങൾ വരുത്തുകയോ അല്ലെങ്കിൽ പുതിയതായത് കൂട്ടിച്ചേർക്കുകയോ ഒക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഭരണഘടനാ ഭേദഗതി എന്ന് വിളിക്കുന്നത്. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഭരണഘടനാ ഭേദഗതികൾ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായിട്ട് എന്താണ് 42ാം ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പഠിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞതാണ്. LDCയുടെ സിലബസിലുള്ള ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ പറഞ്ഞു. എന്തിനു വേണ്ടിയാണ് ഇന്ന് ഉച്ചക്കായിരുന്നു? നിങ്ങൾക്ക് ഇന്നലെ മെസ്സേജ് വന്നിരുന്നില്ലേ? ഇന്ന് രാത്രി ആക്കി എന്ന് പറഞ്ഞുകൊണ്ട്. എന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്കൊരു എല്ലാം ഫിക്സ്ഡ് ഒരു ടൈം വെച്ചുകൊണ്ട് കിട്ടില്ല. നിങ്ങൾക്കൊരു ടൈമിൽ ഒരു അധ്യാപകന്റെ ക്ലാസ് ആണ് വേണ്ടെങ്കിൽ അതിന് വേറെ ആയിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് അതാണ് സമയം ഇതെങ്കിൽ വേറെ ആളെ ഏർപ്പാടാക്കാം. എനിക്ക് വർക്ക് ഉണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം അതല്ലെങ്കിൽ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാത്രമേ എനിക്ക് എന്റെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉച്ചക്ക് എന്ന് പറഞ്ഞാൽ ഉച്ചക്ക് തന്നെ ക്ലാസ് എടുക്കാൻ പറ്റണം എന്ന് നിർബന്ധമില്ല. എന്നെ സംബന്ധിച്ചാണ്. നിങ്ങൾക്ക് ഉച്ചക്ക് തന്നെയാണ് ക്ലാസ് വേണമെന്ന് നിർബന്ധമാണെങ്കിൽ വേറൊരു അധ്യാപകനെ നമുക്ക് പകരം എന്ത് ചെയ്യാം, ഏർപ്പാടാക്കാം. എന്റെ ഞാനാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ എനിക്ക് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. എന്റെ സമയം ഒരു പ്രശ്നമാണ്. പക്ഷെ നിങ്ങളെ മുൻകൂട്ടി അറിയിക്കുന്നതായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. ശരി, ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ 42ാം ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പറഞ്ഞു. എന്തിനു വേണ്ടിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ജുഡീഷ്യറിയെ എന്താണ്, അതിനെ കൂച്ചുവിലങ്ങിടുന്നതിന്, അതിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് പാസ്സാക്കിയത്? ഇന്ദിരാഗാന്ധി, നമ്മളല്ല, ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന പ്രധാനമന്ത്രി എന്ത് പാസ്സാക്കിയത്? ഈ പറയുന്ന 42ാമത് ഭരണഘടനാ ഭേദഗതി എന്ത് ചെയ്തത്? പാസ്സാക്കിയത്. അപ്പോ നമ്മൾ എന്താണ് 44ാം അടുത്തത് നമ്മൾ എന്താണ് 44ാം ഭരണഘടനാ ഭേദഗതിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ആ ക്ലാസ്സിൽ വെറുതെ ഒന്ന് നോക്കി. നമുക്ക് എന്നാലും 44ാം ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് തന്നെ പഠിച്ചു തുടങ്ങാം. 1978 44ാമത് ഭരണഘടനാ ഭേദഗതി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ ബില്ല് എന്ത് ചെയ്യുന്നത്, പാസ്സാക്കപ്പെടുന്നത്. 1978 നിലവിൽ വന്നത്. എന്നാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഏപ്രിൽ 30, 1979 ഏത് ഗവൺമെന്റിന്റെ കാലത്താണ്? അതായത് ജനതാ ഗവൺമെന്റിന്റെ കാലത്താണ്. പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു. പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? നീലം സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞു, അടിയന്തരാവസ്ഥയെ തുടർന്നുകൊണ്ട് കോൺഗ്രസിന് എന്താണ് ദേശീയ തലത്തിൽ വലിയ ഒരു തിരിച്ചടി നേരിടുകയും സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം എന്താണ് ആദ്യമായിട്ട് ഒരു കോൺഗ്രസ്സുകാരനല്ലാത്ത എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കോൺഗ്രസ്സുകാരല്ലാത്ത ഒരു മിനിസ്ട്രി രൂപീകരിക്കപ്പെടുന്നു. ഇതിനു മുമ്പ് കോൺഗ്രസ്സുകാരനായിരുന്ന മൊറാർജി ദേശായി എന്ത് ചെയ്യുന്നു? ജനതാ പാർട്ടിയുടെ പ്രധാനമന്ത്രി ആകുന്നു. അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിനുശേഷം ഈ പറയുന്ന മൊറാർജി ദേശായി ആണ്, അല്ലെങ്കിൽ ആ ജനതാ ഗവൺമെന്റ് ആണ് 44ാം ഭരണഘടനാ ഭേദഗതി എന്ത് ചെയ്യുന്നത്? പാസ്സാക്കുന്നത്. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. എന്താണ്? ഒന്ന്, 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്താണ് ഇന്ത്യൻ ജുഡീഷ്യറിയേക്ക് കൂച്ചുവിലങ്ങിട്ട് ഇന്ദിരാഗാന്ധി ഒരു ഏകാധിപത്യ പ്രവണത പ്രകടിപ്പിച്ച ഒരു ഭരണഘടനാ ഭേദഗതിയായിരുന്നു നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്ന 42ാമത് ഭരണഘടനാ ഭേദഗതി. അപ്പോ അതിൽ വരുത്തിയ മാറ്റങ്ങൾ എന്ത് ചെയ്യുക? പുനഃസ്ഥാപിക്കുക. ഒന്നാമത്തെ ലക്ഷ്യം 44ാം ഭരണഘടനാ ഭേദഗതിയുടെ ഒന്നാമത്തെ ലക്ഷ്യം അതായിരുന്നു. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ദിരാഗാന്ധി നടത്തിയ ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക?
മാറ്റിയ ചില കാര്യങ്ങളൊക്കെ വീണ്ടും തിരിച്ച് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൊണ്ടുവരിക. രണ്ടാമത്തേത് അതിന് തൊട്ട് മുമ്പ് ഇന്ദിരാഗാന്ധി എന്താണ് ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അതിന്റെ തിക്തഫലങ്ങൾ ഇന്ത്യൻ സമൂഹം മുഴുവൻ അനുഭവിച്ചു. അപ്പോ ഇനിയൊരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നതായിരുന്നു എന്തെന്ന് പറയുന്നത് 44ാമത് ഭരണഘടനാ ഭേദഗതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോ ഈ പറയുന്ന അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു പോയിന്റും കൂടി പറഞ്ഞിരുന്നു, അതുകൂടി നോക്കാം. എന്താണ്? ലോകസഭയുടെയും നിയമസഭകളുടെയും കാലാവധി 6 വർഷത്തിൽ നിന്ന് 5 ആയിട്ട് കുറച്ചു. നമ്മളത് 42ാം ഭരണഘടനാ ഭേദഗതിയിൽ എന്താണ് പഠിച്ചത്? ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞത്. ഇന്ദിരാഗാന്ധി 5ൽ നിന്ന് 6 ആക്കി. വീണ്ടും 44ാം ഭരണഘടനാ ഭേദഗതി വന്നപ്പോൾ എന്ത് സംഭവിച്ചു? മൊറാർജി ദേശായി തിരിച്ച് 6ൽ നിന്ന് 5ലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ എന്താണ്? ഇപ്പോ കാലാവധി എന്ന് പറയുന്നത് ലോകസഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും എന്താണ് 5 വർഷമാണ്. അപ്പോ ഇനി നിങ്ങൾക്ക് മുന്നിലേക്ക് വരാവുന്ന ഒരു ചോദ്യം, അതായത് നിങ്ങൾ ഈ ക്യാബിനറ്റ് നൽകുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഒരു ബില്ല് ഇതൊക്കെ രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാനുള്ള അവകാശമുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്താണ്? ക്യാബിനറ്റിന്റെ തീരുമാനങ്ങള് പുനഃപരിശോധനയ്ക്കായിട്ട് രാഷ്ട്രപതിക്ക് എന്താണ് തിരിച്ചയക്കാൻ കഴിയുമോ? തിരിച്ചയക്കാൻ കഴിയും. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന 42ാം ഭരണഘടനാ ഭേദഗതിയിൽ ഇന്ദിരാഗാന്ധി ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? പ്രസിഡന്റ് എന്ത് ചെയ്യണം? കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ പരിപൂർണമായിട്ട് അനുസരിക്കണം. അതൊരു പുനഃപരിശോധന പോലും ആര് ചെയ്യാൻ പാടില്ല? രാഷ്ട്രപതി ചെയ്യാൻ പാടില്ല എന്ന രീതിയിൽ എന്ത് ചെയ്തിരുന്നു? 42ാം ഭരണഘടനാ ഭേദഗതിയിൽ ഇന്ദിരാഗാന്ധി എന്താണ് ചില കാര്യങ്ങൾ ചെയ്തു വെച്ചിരുന്നു. പക്ഷേ ഈ പറയുന്ന 44ാമത് ഭരണഘടനാ ഭേദഗതി വന്നപ്പോൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞ ഇന്ദിരാഗാന്ധി എന്താണ് നിർബന്ധമായിട്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞത് എന്ത് ചെയ്തു? ഒരു തവണ തിരിച്ചെടുക്കാം എന്നുള്ളതാക്കി മാറ്റി. എന്താണ്? ഒരു തവണ എന്ത് ചെയ്യാം? തിരിച്ചെടുക്കാം. ഇപ്പൊ കേന്ദ്രമന്ത്രിസഭ ഒരു നിർദ്ദേശം രാഷ്ട്രപതിക്ക് അയക്കുകയാണ്. രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന 42ാം ഭരണഘടനാ ഭേദഗതിയുടെ സമയത്താണെങ്കിൽ അല്ലെങ്കിൽ അതിനുശേഷമാണെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? രാഷ്ട്രപതിക്ക് മന്ത്രിസഭ ഒരു തീരുമാനം അയച്ചാൽ അപ്പൊ തന്നെ രാഷ്ട്രപതി എന്ത് ചെയ്യണം? അത് അംഗീകരിച്ചു വിടണം. അല്ലാതെ എന്താണ് പുനഃപരിശോധന കഴിക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ 44ാം ഭരണഘടനാ ഭേദഗതി വന്നപ്പോൾ എന്ത് ചെയ്തു? മന്ത്രിസഭയുടെ തീരുമാനം രാഷ്ട്രപതിക്ക് അയച്ചാൽ എന്ത് ചെയ്യാം? രാഷ്ട്രപതിക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം? ഒരു തവണ പുനഃപരിശോധനയ്ക്കായിട്ട് എന്ത് ചെയ്യാം? മന്ത്രിസഭക്ക് തന്നെ തിരിച്ചഴക്കാം എന്നുള്ളത് വ്യവസ്ഥ ചെയ്തു. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരു തവണ അഴക്കാം. മന്ത്രിസഭ ഒരു തീരുമാനം രാഷ്ട്രപതിയോട് പറയുന്നു, രാഷ്ട്രപതിക്ക് അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ചില കൂട്ടിച്ചേർത്തലുകൾ നടത്തണം എന്ന് കരുതുക. രാഷ്ട്രപതി എന്ത് ചെയ്യും? ഈ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് മന്ത്രിസഭയ്ക്ക് ഈ തീരുമാനം എന്ത് ചെയ്യുക? പുനഃപരിശോധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അഴക്കും. അപ്പോ ഈ മന്ത്രിസഭ അത് പുനഃപരിശോധിച്ചു. പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങളൊന്നും മന്ത്രിസഭ കൂട്ടിയൊന്നും ചേർത്തില്ല. ആ നേരത്തെ അയച്ച അതേ തീരുമാനം തന്നെ എന്ത് ചെയ്തു? രണ്ടാമത് പാസാക്കി അയച്ചു എന്ന് കരുതുക. ഇത്തരം സാഹചര്യത്തിൽ എന്താണ്? രണ്ടാമത് അത് പ്രസിഡന്റിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ്? പ്രസിഡന്റ് അത് നിർബന്ധമായിട്ടും ഒപ്പുവെച്ചിരിക്കണം. നോക്കുക, ക്യാബിനറ്റ് തീരുമാനങ്ങൾ എന്താണ്? പ്രസിഡന്റിന്റെ പുനഃപരിശോധനയ്ക്കായിട്ട് എന്ത് ചെയ്യാം? തിരികെ അയക്കാം എന്ന് പറയുന്ന ഒരു മാറ്റം കൊണ്ടുവന്നു. അപ്പൊ ഇന്ദിരാഗാന്ധി എന്താണ്? അത് തിരികെ അയക്കാൻ പറ്റില്ല. കാരണം എന്താണ്? നിർബന്ധമായിട്ടും രാഷ്ട്രപതി അംഗീകരിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എന്താണ്? മൊറാർജി ദേശായിയുടെ ഗവൺമെന്റ് വന്നപ്പോൾ അതെന്ത് ചെയ്തു? എടുത്തു മാറ്റി. എന്താണ്? ക്യാബിനറ്റ് തീരുമാനങ്ങൾ എന്താണ്? പ്രസിഡന്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പുനഃപരിശോധനയ്ക്കായിട്ട് തിരികെ അയക്കാം എന്ന മാറ്റം കൊണ്ടുവന്നു. എന്നാൽ എന്താണ്? അവിടെ ഒരു ക്ലോസ് ഉണ്ട്, ഒരു തവണ അളക്കാൻ പറ്റുള്ളൂ. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ പോലും എന്താണ്? പരിശോധനയ്ക്ക് ശേഷം ക്യാബിനറ്റ് തീരുമാനം എന്ത് ചെയ്യണം? പ്രസിഡന്റ് നിർബന്ധമായിട്ടും അംഗീകരിച്ചിരിക്കണം. എന്താണ്? പരിശോധനയ്ക്ക് ശേഷം അല്ലെങ്കിൽ പുനഃപരിശോധിച്ചതിന് ശേഷം അവരെടുക്കുന്ന തീരുമാനം എന്ത് തന്നെയായാലും എന്ത് ചെയ്തിരിക്കണം? പ്രസിഡന്റ് അത് നിർബന്ധമായിട്ടും അംഗീകരിച്ചിരിക്കണം. ഇനി അടുത്ത പോയിന്റ് പറയുന്നത് ഇതാണ്: പ്രസിഡന്റ്, ഗവർണർമാർ, അഡ്മിനിസ്ട്രേറ്റർമാർ പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാമെന്ന നിയമം പുനഃസ്ഥാപിച്ചു. എന്താണ് പറയുന്നത്? പ്രസിഡന്റ്, ഗവർണർമാർ, അഡ്മിനിസ്ട്രേറ്റർമാർ മുതലായവർ പുറപ്പെടുവിക്കുന്ന എന്താണ്? ഓർഡിനൻസുകൾ എന്താണ്?
ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാമെന്ന് പറയുന്ന നിയമം എന്ത് ചെയ്തു? പുനഃസ്ഥാപിച്ചു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഭേദഗതിയിലൂടെ ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തിരുന്നു? 42 38ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തിരുന്നു? ഈ പറയുന്ന പ്രസിഡന്റ്, ഗവർണർമാർ, അഡ്മിനിസ്ട്രേറ്റർമാർ മുതലായവർ പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസുകൾ എന്താണ്? ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? നിങ്ങൾ അവിടെ മനസ്സിലാക്കണം. അപ്പോ നിങ്ങൾ അവിടെ 2 പദങ്ങൾ പഠിക്കുകയാണ്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് എന്താണ്? ജുഡീഷ്യൽ റിവ്യൂ ഓർഡിനൻസ്. ഓർഡിനൻസ് എന്ന് പറയുന്ന ഒരു പദവും ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു പദവും നിങ്ങൾ അവിടെ എന്താണ് പഠിക്കുകയാണ്. അപ്പൊ അതെന്താണ് എന്നുള്ളത് എന്ത് ചെയ്യണം? നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഒരു ഓർഡിനൻസ് എന്ന് പറയുന്നത്? എന്താണ് ഒരു ഓർഡിനൻസ് എന്ന് പറയുന്നത്? നിങ്ങൾ മുകളിൽ നോക്കുക, പറയുന്നത് പ്രസിഡന്റ്, ഗവർണർമാർ, അഡ്മിനിസ്ട്രേറ്റർമാർ. അഡ്മിനിസ്ട്രേറ്റർമാർ എന്ന് പറയുന്നത് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുള്ള അഡ്മിനിസ്ട്രേറ്റർമാർ എന്നുള്ള ഇതിലാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അതായത് നമ്മളുടെ രാജ്യത്ത് ഒരു നിയമം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു നിയമം നിർമ്മിക്കുന്നത് ആരാണ്? കേന്ദ്രത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് നിർമ്മിക്കുന്നത് പാർലമെന്റ് ആണ്, അല്ലെ? കേന്ദ്രത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പാർലമെന്റ് അത് നിയമം നിർമ്മിക്കും. സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ആരാണ് നിയമം നിർമ്മിക്കുന്നത്? സംസ്ഥാന നിയമസഭകളാണ് നിയമം നിർമ്മിക്കുന്നത്. എന്നാൽ ചില അടിയന്തര സാഹചര്യങ്ങൾ മീറ്റ് ചെയ്യാൻ, സ്പെഷ്യലി ഈ പറയുന്ന സഭകൾ സമ്മേളിക്കാത്ത സമയങ്ങളിൽ എന്താണ്? ചില അടിയന്തര സാഹചര്യങ്ങൾ മീറ്റ് ചെയ്യുന്നതിനായിട്ട് എന്ത് ചെയ്യാം? പ്രസിഡന്റിന്, ഗവർണർമാർക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവുമാർക്ക് എന്ത് ചെയ്യാം? ചില ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാം. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഓർഡിനൻസ് എന്ന് പറയുന്നത് എന്താണ്? അതും ഒരു നിയമം തന്നെയാണ്. എന്താണ് ഓർഡിനൻസ് എന്ന് പറയുന്നത്? എന്താണ് ഓർഡിനൻസ് എന്ന് പറയുന്നതും ഒരു നിയമം തന്നെയാണ്. പക്ഷെ എന്താണ് വ്യത്യാസം? ഓർഡിനൻസ് എന്ന് പറയുന്നത് താൽക്കാലിക നിയമങ്ങളാണ്. എന്താണ് ഓർഡിനൻസ് എന്ന് പറയുന്നത്? താൽക്കാലിക നിയമങ്ങളാണ്. ടെമ്പററി ലോ എന്ന് ഇംഗ്ലീഷിൽ പറയും. പക്ഷെ പാർലമെന്റും നിയമസഭയും പാസ്സാക്കുന്ന നിയമങ്ങൾ എങ്ങനെയുള്ള നിയമങ്ങളാണ്? അവ പെർമനന്റ് ലോസ് ആണ്, അല്ലെങ്കിൽ സ്ഥിര നിയമങ്ങളാണ്. ഓർഡിനൻസ് എന്ന് പറയുന്നത് എന്താണ്? താൽക്കാലിക നിയമങ്ങളാണ്. അതായത് ടെമ്പററി ലോസ് ആണ് എന്തെന്ന് പറയുന്നത് ഓർഡിനൻസ് എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന സഭകൾ സമ്മേളിക്കാത്ത സമയങ്ങളിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടിയന്തരമായിട്ടുള്ള ഒരു പ്രശ്നത്തെ മീറ്റ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യും? കേന്ദ്രമന്ത്രിസഭ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഓർഡിനൻസ് വഴി എന്ത് ചെയ്യാൻ കഴിയും? പ്രസിഡന്റിന്, രാഷ്ട്രപതിക്ക്, ഗവർണർമാർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നിയമങ്ങളാക്കുവാനായിട്ട് കഴിയും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഓർഡിനൻസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പദം കൂടി അവിടെയുണ്ട്. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ? എന്താണ് ജുഡീഷ്യൽ റിവ്യൂ? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ഇത്രയും ഉള്ളൂ. നമ്മളുടെ രാജ്യത്ത് ഒരു നിയമം ഉണ്ടായി. പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയെന്ന് കരുതുക. ഈ നിയമം നമ്മളുടെ ഭരണഘടനയുടെ ചട്ടക്കൂടുകളിൽ നിൽക്കുന്നതായിരിക്കണം, ഭരണഘടനക്കുള്ളിൽ ഒതുങ്ങുന്നതായിരിക്കണം, ഭരണഘടനയെ ലംഘിക്കുന്നതായിരിക്കരുത്. അപ്പോ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമം ഭരണഘടന ലംഘിക്കുന്നതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരായിരിക്കും? അത് സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതികളായിരിക്കും. ആരാണ്? സുപ്രീം കോടതികൾ അല്ലെങ്കിൽ ഹൈക്കോടതികളായിരിക്കും. ഈ പറയുന്ന പാർലമെന്റ് അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭകൾ പാസ്സാക്കുന്ന നിയമങ്ങൾ എന്താണ്? ഭരണഘടനാ വിരുദ്ധമാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നത്. ഭരണഘടന വിരുദ്ധം അല്ലെങ്കിൽ എന്ത് ചെയ്യും? സുപ്രീം കോടതി ആ പറയുന്ന നിയമത്തെ എന്ത് ചെയ്യും? അംഗീകരിക്കും. ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ എന്ത് ചെയ്യും? സുപ്രീം കോടതി അത് ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കും. ഈ അധികാരത്തെ സുപ്രീം കോടതി മാത്രമല്ല ഹൈക്കോടതിയും അത് ചെയ്യും. ഈ കോടതികളുടെ ഈ സവിശേഷ അധികാരമാണ് എന്തെന്ന് പറയുന്നത്? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. എന്താണ്? ഈ അധികാരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോ 1938 എന്താണ്? 1975 38ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്ത് ചെയ്തു? ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു? പ്രസിഡന്റുമാർ, ഗവർണർമാർ, അഡ്മിനിസ്ട്രേറ്റർമാർ ഇവർ പുറപ്പെടുവിക്കുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസുകൾ എന്ത് ചെയ്യാൻ പാടില്ല? ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാൻ കഴിയില്ല എന്ന് എന്ത് ചെയ്തു? ഒരു ഭരണഘടനാ ഭേദഗതി പാസാക്കി. എന്നാണ് 1975
38ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം. അപ്പോ ഇതിനെ എന്ത് ചെയ്തു? ഇതിനെ 44ാം ഭരണഘടനാ ഭേദഗതിയിൽ എന്ത് ചെയ്തു? നമ്മൾ എടുത്തു കളഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു? പ്രസിഡന്റ് ആയാലും ഗവർണർ ആയിക്കോട്ടെ അഡ്മിനിസ്ട്രേറ്റർ ആയിക്കോട്ടെ ആര് തന്നെ ഓർഡിനൻസ് പാസ്സാക്കിയാലും അതെന്ത് ചെയ്യാൻ പറ്റും? അത് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാമെന്ന് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ പറയുന്ന 75ൽ 38ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ദിരാഗാന്ധി എടുത്തു കളഞ്ഞ കാര്യം നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ പുനഃസ്ഥാപിച്ചു. പോയിന്റ് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു 2-3 ആർട്ടിക്കിളുകൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് പോകാം. എന്താണ്? ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പരോക്ഷമായിട്ട് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 13 എന്ന് പറയുന്നത്. ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 13. ഇനി നമ്മൾ ആരൊക്കെ ഓർഡിനൻസ് പുറപ്പെടുവിക്കുമെന്നാണ് മുകളിൽ പറഞ്ഞത്? പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാം, ഗവർണർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാം, പിന്നെ ആർക്കാണ്? അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാം. അപ്പൊ അതിലെ 1ാമത്തെയും 2ാമത്തെയും വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് കൃത്യമായിട്ട് തന്നെ പഠിക്കണം. പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അദ്ദേഹത്തിന്റെ അധികാരം നൽകുന്ന ഭരണഘടനയുടെ വകുപ്പ് ഏതാണ് എന്ന് ചോദ്യം വന്നാൽ അതിന്റെ ഉത്തരമാണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 123 എന്ന് പറയുന്നത്. എന്താണ്? പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാൻ അധികാരം നൽകുന്ന ഭരണഘടനയുടെ വകുപ്പ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഉത്തരം? എന്താണ്? ആർട്ടിക്കിൾ 123 ആണ്. നമ്മൾ പ്രസിഡന്റിന്റെ പറഞ്ഞു. പിന്നെ അടുത്തത് ആരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്? ഗവർണറിനെ കുറിച്ചാണ്. അപ്പോ ഗവർണർമാർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്ന ഭരണഘടനയുടെ വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? ആർട്ടിക്കിൾ 213 ആണ്. രണ്ടും നമ്പർ തമ്മിൽ എന്താണ്? നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന സാധനമാണ്. പ്രസിഡന്റിന്റെ ഏതാണ്? 123 ആണ്. ഗവർണറുടെ എന്താണ്? 213 ആണ്. നോക്കുക, നമ്പറുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അത് വെച്ച് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് പെട്ടെന്ന് പഠിക്കാനായിട്ട് കഴിയും. എന്താണ്? പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 123. ഗവർണറിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്നത് ആർട്ടിക്കിൾ 213. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത നോക്കുക, അഡ്മിനിസ്ട്രേറ്റർമാരുടെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം എന്താണ്? അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്നത് ആർട്ടിക്കിൾ 239B ആണ്. എന്താണ്? ആർട്ടിക്കിൾ 239B ആണ് എന്തെന്ന് പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ്മാർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്നത്. അടുത്ത നോക്കുക, അടുത്ത പോയിന്റ്, നമ്മളുടെ ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ചില അവകാശങ്ങൾ അനുവദിച്ചു നൽകുന്നുണ്ട്. ആ അവകാശങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? എന്താണ്? നമ്മളുടെ ഭരണഘടന പൗരന്മാർക്ക് എന്താണ്? ചില അവകാശങ്ങൾ നൽകുന്നുണ്ട്. അത് സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ കഴിയില്ല? ലംഘിക്കാൻ കഴിയാത്ത അവകാശങ്ങളാണ്. ഇങ്ങനെയുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. എന്താണ്? മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? ഇന്ന് എത്ര മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ പൗരന്മാർക്കുള്ളത്? എത്ര മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ പൗരന്മാർക്കുള്ളത്? 6 മൗലിക അവകാശങ്ങളാണ്, അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 6 മൗലിക അവകാശങ്ങളാണ്. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു? എത്ര മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു? 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു? 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്? ഇപ്പോൾ 6 എണ്ണമുള്ളൂ. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഒരു മൗലിക അവകാശം എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? എടുത്ത് കളയപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എടുത്ത് മാറ്റപ്പെട്ടിട്ടുണ്ട്. അത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത്. നമ്മളുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ സ്വത്തവകാശം എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്വത്തവകാശം എന്നുള്ളത് ഒരു മൗലിക അവകാശമായിരുന്നു. എന്താണ്? സ്വത്തവകാശം എന്നുള്ളത് ഒരു മൗലിക അവകാശമായിരുന്നു. ആർട്ടിക്കിൾ 31 അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത്. നിങ്ങൾക്കറിയാം, മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് ഏത് ഭാഗത്താണ്? ഭാഗം 3 ഭാഗം 3 ആർട്ടിക്കിൾ 31 എന്തായിരുന്നു? നമുക്കൊരു മൗലിക അവകാശം കൂടി ഉണ്ടായിരുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്?
നമ്മളുടെ സ്വത്തവകാശം എന്ന് പറയുന്നത്. അപ്പോ ഈ സ്വത്തവകാശത്തെ നമ്മൾ എന്ത് ചെയ്തു? ഈ സ്വത്തവകാശത്തെ നമ്മൾ എന്ത് ചെയ്തു? ഭാഗം 3 നിന്ന് നീക്കം ചെയ്തു. എന്താണ്? ഭാഗം 3 നിന്ന് നീക്കം ചെയ്ത് ഭാഗം 12 എന്ത് ചെയ്തു? ഉൾപ്പെടുത്തി. എന്താണ്? സ്വത്തവകാശത്തെ നമ്മൾ ഭാഗം 3 നിന്ന് എന്ത് ചെയ്തു? നീക്കം ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഭാഗം 12 മാറ്റി. അതായത് ആർട്ടിക്കിൾ 31 നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ആർട്ടിക്കിൾ 300A എന്ത് ചെയ്തു? നമ്മൾ ഈ പറയുന്ന സ്വത്തവകാശത്തെ മാറ്റം ചെയ്തു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സ്വത്തവകാശം എന്ന് പറയുന്നത് നിലവിൽ എന്തല്ല? സ്വത്തവകാശം എന്ന് പറയുന്നത് നിലവിൽ മൗലിക അവകാശമല്ല. ഇപ്പോൾ സ്വത്തവകാശം എന്താണ്? സ്വത്തവകാശം എന്ന് പറയുന്നത് ഇപ്പോൾ ലീഗൽ അവകാശമാണ്, നിയമ അവകാശമാണ്. എന്താണ്? ലീഗൽ റൈറ്റ് ആണ്, നിയമ അവകാശമാണ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? സ്വത്തവകാശം എന്ന് പറയുന്നത്. ആ പോയിന്റ് നിങ്ങൾ നോക്കുക. സ്വത്തവകാശത്തെ എന്ത് ചെയ്തു? സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു? നീക്കം ചെയ്തു. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഏതാണ്? അതിന്റെ ഉത്തരമാണ് 1978 44ാമത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് എന്തെന്ന് പറയുന്നത്? 44ാമത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. സ്വത്തവകാശം എവിടെയാണ് കിടന്നിരുന്നത്? ഭാഗം 3 കിടന്നിരുന്നത്. അവിടെ നിന്ന് നമ്മൾ എങ്ങോട്ടാണ് മാറ്റിയത്? ഭാഗം 12 മാറ്റി. ഭാഗം 3 നിന്ന് സ്വത്തവകാശത്തെ നമ്മൾ എന്ത് ചെയ്തു? ഭാഗം 12 മാറ്റി. ആർട്ടിക്കിൾ 31 നിന്ന് എവിടേക്കാണ് നമ്മൾ സ്വത്തവകാശത്തെ മാറ്റിയത്? ആർട്ടിക്കിൾ 300A നമ്മൾ എന്ത് ചെയ്തു? സ്വത്തവകാശത്തെ മാറ്റി. ഈ സ്വത്തവകാശം എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്? സ്വത്തവകാശം എന്നുള്ളത് ഇപ്പോൾ ഒരു മൗലിക അവകാശമല്ല, ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, മറിച്ച് എന്താണ്? ഒരു നിയമ അവകാശമാണ്, ലീഗൽ റൈറ്റ് ആണ്. എന്താണ്? ഒരു ലീഗൽ റൈറ്റ് ആണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. കാരണം ഇതിൽ നിന്നൊക്കെ പലപ്പോഴായിട്ട് PSC എന്ത് ചെയ്തിട്ടുണ്ട്? പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 300A ലീഗൽ റൈറ്റിനെ കുറിച്ച്, ഏത് ഭാഗത്താണ് ഉൾപ്പെടുന്നതിനെ കുറിച്ച്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. ഈ ഭേദഗതിയെ കുറിച്ച് ഇഷ്ടംമാതിരി ചോദ്യങ്ങൾ പല പരീക്ഷകളിലായി പലപ്പോഴായിട്ട് എന്താണ് PSC ചോദിച്ചിട്ടുള്ളതാണ്. സോ ഈ പറയുന്ന സ്വത്തവകാശം നീക്കം ചെയ്ത ഭാഗത്തെ കുറിച്ച് അപ്പൊ എന്ത് ചെയ്യണം? വളരെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി പഠിക്കണം. ഇനി നോക്കുക, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആർട്ടിക്കിൾ 352. അതായത് നമ്മൾ അടിയന്തരാവസ്ഥയെ കുറിച്ചാണ് നമ്മൾ ഇനി ഈ പറയുന്ന ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഭേദഗതിയുടെ പ്രധാനപ്പെട്ട 2 ലക്ഷ്യങ്ങൾ പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞത് എന്താണ്? ഇന്ദിരാഗാന്ധി നടത്തിയ പരിഷ്കാരങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നാണ്. രണ്ടാമത്തെ ഉദ്ദേശം എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഇനിയൊരു അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ എന്താണ് പെട്ടെന്നൊന്നും പ്രഖ്യാപിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശം കൂടി എന്തിനുണ്ടായിരുന്നു? ഈ പറയുന്ന 44ാം ഭരണഘടനാ ഭേദഗതിക്ക് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മളുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്? നമ്മളുടെ രാജ്യത്തിന്റെ സുരക്ഷ അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ഭരണഘടന ഇതൊക്കെ ഒരു പ്രതിസന്ധിയിലാകുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ രാജ്യത്ത് ഒരു അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ ഒരു എമർജൻസി പ്രഖ്യാപിക്കുന്നത്. അത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 352 എന്ന് പറയും. എന്താണ്? ആർട്ടിക്കിൾ 352 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. പോയിന്റ് ശ്രദ്ധിച്ചു കേൾക്കണം. ആർട്ടിക്കിൾ 352 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പോ ഏത് സാഹചര്യത്തിലാണ് നമ്മളുടെ നാട്ടിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയുന്നത്? അതിന് 3 കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്താണ്? 3 കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഉള്ളത് എന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ടായിരുന്നത്. 3 കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് എന്താണ്? യുദ്ധമാണ്. എന്താണ്? ഒന്ന് വാർ അല്ലെങ്കിൽ യുദ്ധമാണ്. 2 എക്സ്റ്റേണൽ
അഗ്രഷൻ അല്ലെങ്കിൽ എന്താണ് പുറത്തു നിന്നുള്ള കടന്നുകയറ്റം അല്ലെങ്കിൽ വൈദേശിക കടന്നുകയറ്റം ആണ്. എന്താണ്? എക്സ്റ്റേണൽ അഗ്രഷൻ ആണ്. എന്താണ്? പുറമേ നിന്നുള്ള വൈദേശിക കടന്നുകയറ്റമാണ്. മൂന്നാമത്തേത് എന്താണ്? മൂന്നാമത്തേത് ഇന്റേണൽ ഡിസ്റ്റർബൻസ് ആണ്. എന്താണ്? ആഭ്യന്തരമായിട്ടുള്ള അസ്വസ്ഥത എന്ന് പറയും. എന്താണ്? ഇന്റേണൽ ഡിസ്റ്റർബൻസ്. ഇങ്ങനെ 3 കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഈ 3 കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു? പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു? ഇന്ത്യയിൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനായിട്ട് കഴിയുമായിരുന്നു. അപ്പോ എൻ്റെ ഒരു ചോദ്യമാണ്, എന്താണ് യുദ്ധവും വൈദേശിക കടന്നുകയറ്റവും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് യുദ്ധവും വൈദേശിക കടന്നുകയറ്റവും തമ്മിലുള്ള വ്യത്യാസം? അറിയാവുന്നവർക്ക് പറയാം, വേഗം പറയണം കേട്ടോ. എന്താണ് യുദ്ധവും വൈദേശിക കടന്നുകയറ്റവും തമ്മിലുള്ള വ്യത്യാസം? യുദ്ധം എന്ന് പറയുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ളതും വൈദേശിക കടന്നുകയറ്റം എന്ന് പറയുന്നത് രാജ്യങ്ങൾ തമ്മിൽ തന്നെയുള്ളതല്ലേ. ഇപ്പോ ചൈനയിൽ നിന്ന് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് ആളുകൾ എന്താണ് കടന്നു കയറും. അപ്പൊ നമ്മളെ പട്ടാളക്കാർ എന്ത് ചെയ്യും? വെടിവെക്കും. അവരും അവിടെ നിന്ന് വെടിവെക്കും. എന്താണ് ഈ ബേസിക് ആയിട്ട് യുദ്ധവും ഈ വൈദേശിക കടന്നുകയറ്റം? അങ്ങനെ രണ്ട് എന്താണ്? പ്രസിഡന്റ് വാറാണെന്ന് പറയണം. അതാണ്. ഷിജിൻ എന്റെ ക്ലാസ്സുകൾ കുറെ കേട്ടിട്ടുണ്ടല്ലേ ഷിനെ? നമ്മളിത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ? ഷിനോടാണ് ഉത്തരവില്ല? അതെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അതായത് ഒരു ആക്രമണം അത് യുദ്ധമായിട്ട് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്യണം. എന്താണ്? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്താണ് പാകിസ്ഥാനും എന്ന് പറയുന്ന രാജ്യവുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? അതൊരു യുദ്ധമാകുന്നത്. വെടിവെപ്പും ബോംബിടലൊക്കെ എന്താണ് ഈ പറയുന്ന പുറത്തുനിന്നുള്ള കടന്നുകയറ്റം ചെറുക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ സ്ഥിരം നമ്മളുടെ അതിർത്തികൾ പാകിസ്ഥാൻ എന്താണ് ഇങ്ങോട്ടടിക്കുന്നു, നമ്മൾ തിരിച്ച് അങ്ങോട്ടടിക്കുന്നു. പക്ഷെ ഇതിനെയൊന്നും നമ്മൾ യുദ്ധമായിട്ട് കൂട്ടില്ല. എന്തുകൊണ്ടാണ്? അത് വെറും ഏറ്റുമുട്ടലുകൾ മാത്രമാണ്. ഒരു യുദ്ധമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അത് യുദ്ധമാകണമെങ്കിൽ നമ്മളുടെ രാജ്യത്തിന്റെ പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്യണം. എന്ത് ചെയ്യണം? നമ്മുടെ പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്യുകയാണ് നമ്മൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് അല്ലെങ്കിൽ ചൈന എന്ന് പറയുന്ന രാജ്യവുമായിട്ട് നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്യുമ്പോൾ മാത്രമാണ് അത് എന്തായി മാറുന്നത്? അത് വാറായിട്ട് മാറുന്നത്. അപ്പോ അതാണ് അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോ യുദ്ധം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വൈദേശിക കടന്നുകയറ്റം നമ്മളുടെ മണ്ണിലേക്ക് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ഇന്റേണൽ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ആഭ്യന്തര അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റിന് ആർട്ടിക്കിൾ 352 പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും? ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനായിട്ട് കഴിയും ആയിരുന്നു. ഈ ദേശീയ അടിയന്തരാവസ്ഥ തന്നെ എന്താണ് 2 തരത്തിലുണ്ട്. ഒന്ന് എക്സ്റ്റേണൽ എമർജൻസി എന്ന് പറയും, ഒന്ന് ഇന്റേണൽ എമർജൻസി എന്ന് പറയും. എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥയെ തന്നെ നമ്മൾ 2ആയിട്ട് തരംതിരിക്കും. ഒന്ന് എന്താണ്? എക്സ്റ്റേണൽ എമർജൻസി എന്നും ഒന്ന് ഇന്റേണൽ എമർജൻസി എന്നും. ഈ യുദ്ധം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ എന്താണ് വൈദേശിക ആക്രമണം ഉണ്ടാവുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുന്നത് ആർട്ടിക്കിൾ 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ തന്നെയാണ്. പക്ഷെ അതെന്താണ്? അത് എക്സ്റ്റേണൽ എമർജൻസിയാണ്. എന്താണ്? അത് എക്സ്റ്റേണൽ എമർജൻസിയാണ്. എന്നാൽ നമ്മൾ മൂന്നാമത് പറഞ്ഞ പോയിന്റ് ഇന്റേണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുമ്പോൾ പ്രസിഡന്റ് ആർട്ടിക്കിൾ 302 പ്രകാരം എന്താണ് പ്രഖ്യാപിക്കുന്നത്? ദേശീയ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ നാഷണൽ എമർജൻസിയാണ്. പക്ഷെ അതെന്താണ്? അത് ഇന്റേണൽ എമർജൻസിയാണ്, ആഭ്യന്തരമായിട്ടുള്ളതാണ്. എന്താണ്? ആഭ്യന്തരമായിട്ടുള്ളതാണ്. മറ്റേത് എക്സ്റ്റേണൽ ആണ്. എക്സ്റ്റേണൽ എമർജൻസി, ഇന്റേണൽ എമർജൻസി, അത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. യുദ്ധം ഉണ്ടാകുകയാണ്, വൈദേശിക കടന്നുകയറ്റം ഉണ്ടാകുകയാണ്. അപ്പോൾ ആർട്ടിക്കിൾ 32 പ്രകാരം എന്ത് ചെയ്യും? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. അതിനെ പറയുന്നത് എക്സ്റ്റേണൽ എമർജൻസി എന്നാണ്. എന്നാൽ ഈ പറയുന്ന ഇന്റേണൽ ഡിസ്റ്റർബൻസ്, ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും? ഇതേ ആർട്ടിക്കിൾ 352 ഉപയോഗിച്ച് തന്നെ രാഷ്ട്രപതി എന്ത് ചെയ്യും? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും.
അതിനെ പക്ഷെ നമ്മൾ വിളിക്കുന്നത് ഇന്റേണൽ എമർജൻസി എന്നാണ്. അപ്പോ ഇതായിരുന്നു ഇന്ത്യൻ ഭരണഘടന ഉണ്ടായപ്പോൾ എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ഭരണഘടനയിൽ എമർജൻസിയെ കുറിച്ചൊക്കെ എഴുതി വെച്ച ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ 1975 നിങ്ങൾക്കറിയാം, ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന മഹത്വനിത ഇന്ത്യയിൽ എന്ത് ചെയ്തു, ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അതായത് അതിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ വലിയൊരു കഥയാണ്, അത് നമ്മൾ പറയുന്നില്ല. ബേസിക് ആയിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് ഒരു കോടതി വിധി ഉണ്ടാവുന്നു. ഇന്ദിരാഗാന്ധി എന്താണ്, കോടതി വിധി ഉണ്ടാവുന്നു. ഇന്ദിരാഗാന്ധി രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുന്നു. അപ്പോ ഇന്ദിരാഗാന്ധി ചെയ്തത്, അവരുടെ സ്ഥാനം സംരക്ഷിക്കാനായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പദമുണ്ടല്ലോ, ഇന്റേണൽ ഡിസ്റ്റർബൻസ്, ആഭ്യന്തര അസ്വസ്ഥത, ഈ പദം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്ത് തനിക്കെതിരായിട്ട് കലാപങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ എന്താണ്, കലാപങ്ങളല്ല, അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു, പല സ്ഥലത്തും തന്റെ ഭരണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ന് പറയുന്ന പ്രസിഡന്റിനെ കൊണ്ട് നമ്മളുടെ രാജ്യത്ത് എന്ത് ചെയ്തു, ഒരു അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു. ആ അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചത് ഈ പറയുന്ന ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞ് ഭരണഘടനയിൽ പറഞ്ഞിരുന്ന ആ പദം ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്, നമ്മുടെ രാജ്യത്ത് ആർട്ടിക്കിൾ 352 പ്രകാരം എന്ത് ചെയ്തത്, അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചത് ആരാണ്, ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. അപ്പോ ഈ പദം ഒരു പ്രശ്നമാണ് എന്ന് ആർക്ക് മനസ്സിലായി, മൊറാർജി ദേശായിക്കും ടീമിനും മനസ്സിലായി. ഈ ആഭ്യന്തര കലഹം എന്നുള്ളത് എന്താണ്, അതൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ആഭ്യന്തര അസ്വസ്ഥത, ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നുള്ളത് എന്താണ്, ഒരു പ്രശ്നമാണ്. ആ പദം, അത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതെന്ത് ചെയ്യാൻ പറ്റും, ഒരു മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത ആ പദത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിയ മൊറാർജി ദേശായി എന്ത് ചെയ്തു, അല്ലെങ്കിൽ ആ ഗവൺമെന്റ്, ജനതാ ഗവൺമെന്റ് എന്ത് ചെയ്തു, 1978 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്ത് ചെയ്തു, ഈ പറയുന്ന ഇന്റേണൽ ഡിസ്റ്റർബൻസ്, ആഭ്യന്തര കലഹം എന്ന് പറയുന്ന പദം എന്ത് ചെയ്തു, ഭരണഘടനയിൽ നിന്ന് എടുത്തു മാറ്റി. പകരം അവിടെ മറ്റൊരു പദം കൊണ്ട് പ്രതിഷ്ഠിച്ചു. ആ പദം എന്താണ്, അത് സായുധ വിപ്ലവം അല്ലെങ്കിൽ ആംഡ് റിബീലിയൻ ആണ്. എന്താണ്, സായുധ വിപ്ലവം അല്ലെങ്കിൽ ആംഡ് റിബീലിയൻ ആണ്. അപ്പോ ഇപ്പോ നിലവിൽ ആർട്ടിക്കിൾ 352 പ്രകാരം ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് വാറാണ്. രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത്തേത് ഈ പറയുന്ന വൈദേശിക കടന്നുകയറ്റമാണ്, എക്സ്റ്റേണൽ അഗ്രഷൻ ആണ്. മൂന്നാമത്തേത് എന്താണ്? മൂന്നാമത്തേത് ആംഡ് റിബീലിയൻ ആണ്, സായുധ വിപ്ലവമാണ്. എന്താണ്? ആംഡ് റിബീലിയൻ. വെറുതെ അവർക്കെതിരെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കെതിരെയോ ഗവൺമെന്റിനെതിരെയോ എന്താണ് പ്രതിഷേധങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയില്ല. അതിന് എന്ത് തന്നെ വേണം? രാജ്യത്തെ ഭരണകൂടത്തിനെതിരായിട്ട് എന്ത് ചെയ്യണം? സായുധ കലാപങ്ങൾ, ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കലാപങ്ങൾ നടത്തിയാൽ മാത്രമേ ഇപ്പോൾ എന്ത് ചെയ്യാൻ കഴിയൂ? നമ്മളുടെ രാജ്യത്ത് ആർട്ടിക്കിൾ 352 പ്രകാരം എന്ത് ചെയ്യാൻ പറ്റൂ? ഈ പറയുന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നോക്കുക, ആ പോയിന്റ് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആർട്ടിക്കിൾ 352 പ്രകാരം എന്താണ്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണങ്ങളിൽ ഒന്നായ ആഭ്യന്തര അസ്വസ്ഥത, അതായത് ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്ന പദം എന്ത് ചെയ്തു? ആ പദത്തിന് പകരമായിട്ട് സായുധ വിപ്ലവം അഥവാ ആംഡ് റിബീലിയൻ എന്ന് പറയുന്ന പദം എന്ത് ചെയ്തു? നമ്മള് കൂട്ടിച്ചേർത്തു. പിന്നെ മറ്റൊരു കാര്യം കൂടി ഈ പറയുന്ന കാലഘട്ടത്തിൽ സംഭവിച്ചു. അതായത് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഫക്രുദ്ദീൻ അലി അഹമ്മദിനോട് പറഞ്ഞു. ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ത് ചെയ്തു? അത് പ്രഖ്യാപിച്ചു. പക്ഷേ ഉണ്ടായത് എന്താണെന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിലുള്ള അംഗങ്ങൾ പോലും, ഇവൻ ക്യാബിനറ്റിലുള്ള അംഗങ്ങൾ പോലും എന്ത് അറിഞ്ഞിട്ടില്ല? ഇന്ത്യയിൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അറിഞ്ഞത് പ്രസിഡന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷമാണ്. എന്താണ്? ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ക്യാബിനറ്റിലുള്ള അംഗങ്ങൾ പോലും ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അറിഞ്ഞത് എപ്പോഴാണ്? ആ അടിയന്തരാവസ്ഥ രാഷ്ട്രപതി അനൗൺസ് ചെയ്തതിന് ശേഷമാണ്. അപ്പോ അതും ഒരു ഏകാധിപത്യ പ്രവണതയാണെന്ന് ഉള്ളത് എന്ത് ചെയ്തു? ജനതാ പാർട്ടി ഗവൺമെന്റിന് മനസ്സിലായി. അവർ ആ പ്രശ്നവും എന്ത് ചെയ്തു? ഈ 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പരിഹരിച്ചു.
അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാം ആർട്ടിക്കിൾ 352 പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്കാണ്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്കാണ്? അത് പ്രസിഡന്റിനാണ്. പക്ഷേ പ്രസിഡന്റിന് അത് അങ്ങനെ വെറുതെ പ്രഖ്യാപിക്കാൻ ഇപ്പോൾ കഴിയില്ല. പ്രധാനമന്ത്രി പറഞ്ഞാൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രസിഡന്റിന് അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രഖ്യാപിക്കാൻ കഴിയില്ല. പണ്ട് കഴിയുമായിരുന്നു, ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കഴിയില്ല. എന്തുകൊണ്ടാണ്? അതായത് ഇപ്പോൾ രാഷ്ട്രപതിക്ക് ഇന്ത്യയിൽ ഒരു എമർജൻസി അല്ലെങ്കിൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ എന്ത് വേണം? ക്യാബിനറ്റ് മിനിസ്ട്രിയുടെ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ എന്ത് വേണം? മന്ത്രിസഭയുടെ റിട്ടേൺ ആയിട്ടുള്ള സമ്മതം ആവശ്യമാണ്. വെറുതെ മന്ത്രിസഭ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാ, എന്ത് വേണം? മന്ത്രിസഭയുടെ ഒരു റിട്ടേൺ ആയിട്ടുള്ള റെക്കമെൻഡേഷൻ, ഒരു റിട്ടേൺ ആയിട്ടുള്ള ശുപാർശയുടെ പുറത്ത് മാത്രമേ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂ? നമ്മളുടെ രാജ്യത്തൊരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനായിട്ട് കഴിയൂ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല ആ സ്ഥിതി എന്നുള്ളതാണ് നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നോക്കുക, ആ പോയിന്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ ക്ലിയർ ആകും. മന്ത്രിസഭയുടെ രേഖാമൂലമുള്ള ശുപാർശയിൽ മേൽ, അതായത് റിട്ടേൺ റെക്കമെൻഡേഷനിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ രാഷ്ട്രപതിക്ക് സാധിക്കൂ എന്നെന്ത് ചെയ്തു? ഈ 44-ാം ഭരണഘടനാ ഭേദഗതി വ്യവസ്ഥ ചെയ്തു. അപ്പൊ എന്താണ്? അതിനു മുമ്പ് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചപ്പോൾ ഇന്ദിരാഗാന്ധി മിനിസ്ട്രിയുടെ തീരുമാനം നോക്കിയിരുന്നു? ഇല്ല. അവർക്ക് തോന്നി, അവര് രാഷ്ട്രപതിയോട് പറഞ്ഞു, അവർ പ്രഖ്യാപിച്ചു, രാഷ്ട്രപതി പ്രഖ്യാപിച്ചു. അപ്പോഴാണ് മിനിസ്ട്രി പോലും പറയുന്നത് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന്. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഇല്ലാതിരിക്കുവാനാണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന മന്ത്രിസഭയുടെ രേഖാമൂലമുള്ള ശുപാർശയിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? രാജ്യത്ത് ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്തത്. പിന്നെ മറ്റൊരു പോയിന്റ്, അതായത് ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എത്ര മാസത്തിനുള്ളിൽ അത് പാർലമെന്റ് അംഗീകരിക്കണം എന്നാണ് പറയുന്നത്? നിലവിൽ അത് എത്രയാണ്? 1 മാസത്തിനുള്ളിൽ പാർലമെന്റ് അംഗീകരിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ ഈ പറയുന്ന 44-ാം ഭരണഘടനാ ഭേദഗതിക്ക് മുമ്പ്, എന്താണ് ഈ പറയുന്ന 44-ാം ഭരണഘടനാ ഭേദഗതിക്ക് മുമ്പ് വരെ അത് എത്രയായിരുന്നു? അത് 2 മാസമായിരുന്നു. എത്രയായിരുന്നു? 2 മാസമായിരുന്നു എന്ത് ചെയ്യുന്നത്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 2 മാസത്തിനുള്ളിൽ എന്ത് ചെയ്താൽ മതിയായിരുന്നു? പാർലമെന്റ് അത് അംഗീകരിച്ചാൽ മതിയായിരുന്നു. എന്നാൽ നമ്മൾ എന്ത് ചെയ്തു? 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മൾ എന്ത് ചെയ്തു? ഈ പറയുന്ന രാഷ്ട്രപതി ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മന്തിനുള്ളിൽ, വിത്തിൻ 1 മന്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? പാർലമെന്റ് അത് പാസ്സാക്കിയിരിക്കണം. അടിയന്തരാവസ്ഥ പ്രമേയം എന്ത് ചെയ്തിരിക്കണം? പാർലമെന്റ് പാസ്സാക്കിയിരിക്കണം. നോക്കുക, അടിയന്തരാവസ്ഥ പ്രസിഡന്റ് പ്രഖ്യാപിച്ചാൽ എന്താണ്? 1 മാസത്തിനകം എന്ത് ചെയ്തിരിക്കണം? പാർലമെന്റ് അത് അംഗീകരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തു. പണ്ട് അത് എത്രയായിരുന്നു? 2 മാസമായിരുന്നു. ഇപ്പോൾ എത്രയാണ്? ഇപ്പോൾ 1 മാസമാണ്. ആ 1 മാസമായിട്ട് കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? അത് ഈ പറയുന്ന 44-ാമത് ഭരണഘടനാ ഭേദഗതിയാണ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പോലും നഷ്ടപ്പെടാത്ത മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പോലും നഷ്ടപ്പെടാത്ത മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 20, 21. ആർട്ടിക്കിൾ 20 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആർട്ടിക്കിൾ 20 പറയുന്നത് എന്തിനെ കുറിച്ചാണ്? കുറ്റം സ്ഥാപിക്കപ്പെടുന്നതിനെ സംബന്ധിച്ചുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 21 എന്താണ്? ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. ഇത് മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യൻ പൗരന്മാർക്കുള്ള മൗലികമായിട്ടുള്ള അവകാശങ്ങളാണ് ഈ ആർട്ടിക്കിൾ 20ഉം 21. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ രാജ്യത്ത് ഒരു എമർജൻസി പ്രഖ്യാപിച്ചാൽ നമുക്കുള്ള മൗലിക അവകാശങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യപ്പെടും? റദ്ദ് ചെയ്യപ്പെടും. അതാണ് എക്സെപ്റ്റ് 20, 21. 20, 21 എന്ന് പറയുന്ന മൗലിക അവകാശങ്ങൾ ഒഴികെ ബാക്കി എല്ലാ മൗലികാവകാശങ്ങളും എന്ത് ചെയ്യും? പൗരന്മാരുടെ റദ്ദാക്കപ്പെടും. പക്ഷേ ഈ പറയുന്ന 1978 മുമ്പ്, അതായത് 44-ാം ഭരണഘടനാ ഭേദഗതിക്ക് മുമ്പ് വരെ എന്താണ്? ഈ പറയുന്ന ആർട്ടിക്കിൾ 20ഉം 21ഉം എന്ത് ചെയ്യുമായിരുന്നു? ഇത് റദ്ദ് ചെയ്യപ്പെടുമായിരുന്നു. എന്താണ്?
20, 21 എന്ത് ചെയ്യുമായിരുന്നു? ഇത് റദ്ദ് ചെയ്യപ്പെടുമായിരുന്നു. പക്ഷേ ഈ പറയുന്ന 44-ാം ഭരണഘടനാ ഭേദഗതി എന്താണ്? 44-ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്ത് ചെയ്തു? ആർട്ടിക്കിൾ 20, 21 എന്ന് പറയുന്നത് എന്താണ്? ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഭേദഗതി അല്ലെങ്കിൽ എന്താണ്, റദ്ദ് ചെയ്യാൻ കഴിയില്ല എന്ന് എന്ത് ചെയ്തു? നമ്മൾ 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തു. അതായത് ഒരു എമർജൻസി സിറ്റുവേഷൻ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ആർട്ടിക്കിൾ 352-ലാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. അവിടെ 2 ആർട്ടിക്കിൾ ഉണ്ട്, ആർട്ടിക്കിൾ 358, ആർട്ടിക്കിൾ 359. ഈ 2 ആർട്ടിക്കിളുകൾ പ്രകാരമാണ് നമ്മളുടെ മൗലിക അവകാശങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നത്? റദ്ദ് ചെയ്യപ്പെടുന്നത്. എന്താണ്? ആർട്ടിക്കിൾ 358, ആർട്ടിക്കിൾ 359. ഇതിൽ ആർട്ടിക്കിൾ 358 റദ്ദ് ചെയ്യുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ആർട്ടിക്കിൾ 19 പഠിച്ചിട്ടുണ്ട്. 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ, വ്യക്തിയുടെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിൾ 19 റദ്ദ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 358 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 358 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ആർട്ടിക്കിൾ 19 എന്ന് പറയുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങൾ, 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? റദ്ദ് ചെയ്യപ്പെടുന്നത്. ആർട്ടിക്കിൾ 359 പ്രകാരമാണ് ബാക്കിയല്ല എന്ത് ചെയ്യുന്നത്? ബാക്കി മറ്റുള്ള മൗലികാവകാശങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത്? റദ്ദ് ചെയ്യപ്പെടുന്നത്. അപ്പോ ഇതിലൊക്കെ എന്താണ് കുറച്ച് വ്യത്യാസങ്ങൾ എന്തിൽപ്പെടുത്തി? ഈ 44-ാം ഭരണഘടനാ ഭേദഗതിയിൽ കൊണ്ടുവന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 359 പ്രകാരം എന്താണ്? ആർട്ടിക്കിൾ 20, 21 എന്നീ മൗലിക അവകാശങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, റദ്ദ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് എന്ത് ചെയ്തു? നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തു. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ 359 പറഞ്ഞത് എന്താണ്? ഈ പറഞ്ഞ ബാക്കി മൗലിക അവകാശങ്ങളെല്ലാം റദ്ദായി പോകും, 20ഉം 21ഉം റദ്ദായില്ല. ആർട്ടിക്കിൾ 358 ഉണ്ട്. ആർട്ടിക്കിൾ 358 പറയുന്നത് എന്താണ്? നമ്മുടെ ആർട്ടിക്കിൾ 19 പറയുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ്. അപ്പോ ഈ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്താണ്? നമ്മൾ പറഞ്ഞു എന്താണ്? ഒരു എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, നമുക്കുണ്ടാകില്ല, റദ്ദ് ചെയ്യപ്പെടുമെന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ 44-ാം ഭരണഘടനാ ഭേദഗതിയിൽ അവിടെയും നമുക്ക് എന്ത് ചെയ്തു? ഒരു ക്ലോസ് നമ്മൾ വെച്ചു. അങ്ങനെ എല്ലാ എമർജൻസി പ്രഖ്യാപിച്ചാലൊന്നും ഈ പറയുന്ന ആർട്ടിക്കിൾ 19 പൗരന്മാർക്ക് റദ്ദ് ചെയ്യപ്പെടില്ല. എങ്ങനെയുള്ള എമർജൻസിയാണ്? അതായത് നമ്മൾ എമർജൻസിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്? 2 ടൈപ്പിലാണ് ദേശീയ അടിയന്തരാവസ്ഥ. ഒന്ന് എന്താണ്? എക്സ്റ്റേണൽ എമർജൻസി, ഇന്റേണൽ എമർജൻസി. എക്സ്റ്റേണൽ എമർജൻസി പാസ്സാക്കുന്നതിനുള്ള കാരണങ്ങൾ യുദ്ധം അല്ലെങ്കിൽ വൈദേശിക കടന്നുകയറ്റം. ഇന്റേണൽ എമർജൻസി പാസ്സാക്കുന്നതിനുള്ള കാരണം ഈ പറയുന്ന ആംഡ് റിബീലിയൻ. ഇതാണ്. അതായത് ഈ മുകളിൽ പറഞ്ഞ ആദ്യത്തെ 2 കാരണങ്ങൾ, അതായത് എക്സ്റ്റേണൽ എമർജൻസി പാസ്സാക്കാനുള്ള 2 കാരണങ്ങൾ കൊണ്ട് പാസ്സാക്കുന്ന എമർജൻസിക്ക് മാത്രമേ എന്തോ നഷ്ടപ്പെടുകയുള്ളൂ? ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങൾ പൗരൻ എന്ത് ചെയ്യപ്പെടുകയുള്ളൂ? നഷ്ടപ്പെടുകയുള്ളൂ. അതായത് അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതായത് ആംഡ് റിബീലിയൻ കാരണം ആർട്ടിക്കിൾ 352 പ്രകാരം ഒരു ഇന്റേണൽ എമർജൻസി ഇന്ത്യയിൽ പ്രഖ്യാപിച്ചാൽ നമുക്ക് എന്ത് നഷ്ടമാകില്ല? ആർട്ടിക്കിൾ 19 എന്ന് പറയുന്ന മൗലിക അവകാശം നമുക്ക് നഷ്ടമാകില്ല. ഇതും ഉൾപ്പെടുത്തിയത് എവിടെയാണ്? ഇത് ഉൾപ്പെടുത്തിയത് 44-ാമത് ഭരണഘടനാ ഭേദഗതിയിലാണ്. അപ്പോ അതിന്റെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ, അതായത് ആർട്ടിക്കിൾ 352 പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആർട്ടിക്കിൾ 359 പ്രകാരം എന്താണ്? നമുക്ക് ആർട്ടിക്കിൾ 20, 21 എന്നീ മൗലിക അവകാശങ്ങൾ എന്താനില്ല, റദ്ദ് ചെയ്യുവാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്തത് 44-ാം ഭരണഘടനാ ഭേദഗതിയിലാണ്. അവിടെ ഈ ആർട്ടിക്കിൾ 359 കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടത് ഈ 20, 21 ആർട്ടിക്കിൾ 19 ഒഴികെയുള്ള ബാക്കി എല്ലാ മൗലികാവകാശങ്ങളും റദ്ദ് ചെയ്യപ്പെടുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 359 പ്രകാരമാണ് എന്നും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നോക്കുക, യുദ്ധം, പുറത്തു നിന്നുള്ള കടന്നുകയറ്റം എന്നീ കാരണങ്ങളാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? ആർട്ടിക്കിൾ 358 പ്രകാരം ആർട്ടിക്കിൾ 19 പ്രതിപാദിക്കുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്ത് ചെയ്യുകയുള്ളൂ? പൗരന് നഷ്ടപ്പെടുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ എങ്ങനെ കൂടി മനസ്സിലാക്കണം? അതായത് ആംഡ് റിബീലിയൻ മൂലം എന്താണ് ഒരു അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചാൽ എന്ത് നമുക്ക് നഷ്ടപ്പെടില്ല? ആർട്ടിക്കിൾ 19 പ്രകാരം നമുക്ക് കിട്ടുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങളും എന്ത് ചെയ്യില്ല? നമുക്ക് നഷ്ടപ്പെടില്ല. അപ്പോ
ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. ഈ പറയുന്ന 44-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കുവാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ 42 വളരെ ഇമ്പോർട്ടന്റ് ആണ്, 44 ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞു നിങ്ങളോട് എന്താണ്, LD ക്ലർക്കിന്റെ സിലബസിൽ ഈ 2 ആർട്ടിക്കിളുകളും എന്താണ്, പ്രത്യേക ആർട്ടിക്കിളുകളല്ല, ഭരണഘടനാ ഭേദഗതികളും എന്താണ്, പ്രത്യേകം പേരെടുത്ത് തന്നെ സിലബസിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യും, ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പൊ എന്ത് ചെയ്യണം, വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഭാഗങ്ങളെല്ലാം പഠിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ എന്താണ്, ഇതോടുകൂടി നമ്മൾ എന്താണ് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എന്താണ്, ഇതിന്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.